തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി പറയുന്നത് മറ്റന്നാളത്തേക്ക് മാറ്റി. കുടുംബത്തിലെ 4 പേരെ പ്രതി കേഡൽ ജിൻസൺ കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് 8 വർഷങ്ങൾക്ക് ശേഷമാണ്. കാലിന് എങ്ങനെയാണ് പരിക്കു പറ്റിയതെന്ന ചോദ്യത്തിൽ നിന്നായിരുന്നു തുടക്കം. വീടിന് തീയിട്ടപ്പോൾ പറ്റിയ അപകടമെന്നായിരുന്നു മറുപടി. തനിക്ക് കുറ്റബോധമോ സങ്കടമോ ഇല്ല എന്ന മട്ടിലും ഭാവത്തിലുമായിരുന്നു പ്രതികരണങ്ങളെല്ലാം. ആത്മാക്കൾ ആകാശത്തേക്ക് പറന്നു പോകുന്നത് നേരിൽ കാണണമെന്നായിരുന്നു മോഹം. എന്തിന് ബന്ധുക്കളെ കൊന്നുവെന്ന ചോദ്യത്തിന്റെ മറുപടിയാണിത്. തുടർന്ന് പോലീസും മാനസികാരോഗ്യ വിദഗ്ധരും ചേർന്ന് നടത്തിയ അന്വേഷണം കൊടും ക്രൂരതയുടെ ചുരുളഴിച്ചത്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി മറ്റന്നാളത്തേക്ക് മാറ്റിയത്. മാതാപിതാക്കൾ ഉൾപ്പെടെ 4 പേരെ കൊന്ന കേസിൽ കേഡൽ ജിൻസൺ രാജ ഏകപ്രതിയാണ്. 2017 ഏപ്രിൽ 9-നാണ് ക്ലിഫ് ഹൌസിന് സമീപമുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ, അച്ഛൻ പ്രൊഫസർ രാജ തങ്കം, സഹോദരി കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കേഡൽ കൊലപ്പെടുത്തിയത്. 3 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു. ആത്മാവിനെ മോചിപ്പിക്കാനുള്ള കേഡലിന്റെ ആസ്ട്രൽ പ്രൊജക്ഷനാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ കേഡലിന് മാനസിക പ്രശ്നമുണ്ട് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കൂട്ടക്കൊലപാതകം നടന്ന 8 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവത്തിൽ അടുത്ത ദിവസം വിധി വരാൻ പോകുന്നത്. 2017 ഏപ്രിൽ 5-ന് ജീൻ പത്മത്തിനെയും രാജാ തങ്കത്തിനെയും കരോലിനെയും 2ാം നിലയിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്നും കാണണമെന്നും പറഞ്ഞാണ് കേഡൽ ഇവരെ വിളിച്ചു വരുത്തിയത്. കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരു കസേരയിൽ ഇരുത്തിയ ശേഷം പിന്നിൽ നിന്നും മഴുകൊണ്ട് കഴുത്തിൽ വെട്ടുകയായിരുന്നു. ശേഷം കേഡലിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന ലളിതയെന്ന ബന്ധുവിനെയും കൊലപ്പെടുത്തി. 8-ാം തീയതി രാത്രി 2ാം നിലയിൽ നിന്നും പുകയും തീയും ഉയരുന്നത് കണ്ടപ്പോൾ നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും കേഡലിനെ കാണാനില്ലായിരുന്നു. 2ാം നിലയിൽ തീയണച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. രാജാ തങ്കത്തിനും ഡോക്ടർ ജീൻ പത്മയ്ക്കും പുറമെ മക്കളായ കേഡൽ ജിൻസനും കരോലിനും ബന്ധു ലളിതയുമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ ഒരാളുടേത് കുറവ്. കൂടുതൽ പരിശോധനയിൽ മകൻ കേഡലിനെയാണ് കാണാത്തത് എന്ന് മനസ്സിലായി. കേഡലിനെ കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് വീട്ടിൽ നിന്ന് ഒരു ഡമ്മി കണ്ടെത്തുന്നത്. മൃതദേഹം എന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ആ ഡമ്മി അവിടെ തന്നെ സൂക്ഷിച്ചത് എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് സംഘം. അതിനോടൊപ്പം കേഡലിന് കൊലപാതകങ്ങളിൽ പങ്കുണ്ട് എന്ന സൂചനയും പോലീസിന് ലഭിച്ചു. അതോടെ ആ യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലായി പോലീസ്. ആദ്യ ദിവസങ്ങളിലൊന്നും പോലീസിന് കേഡലിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ 3ാം നാളിൽ പോലീസിന്റെ വലയിലേക്ക് കേഡൽ തന്നെ വന്നുകയറി. പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന മൃതദേഹങ്ങൾ ചുട്ടരിച്ച ശേഷം കേഡൽ രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നിന്നും ചെന്നൈയിലേക്ക് രക്ഷപ്പെട്ട പ്രതി തിരികെ എത്തിയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത്. MBBS ബിരുദധാരിയായ കേഡൽ ആസ്ട്രൽ പ്രൊജക്ഷനിൽ ആകൃഷ്ടനായാണ് കൃത്യം നടത്തിയത്. കേഡലിനെ 2 പ്രാവശ്യം വിദേശത്തേക്ക് പഠിക്കാൻ അയച്ചിരുന്നു. എന്നാൽ പഠനം പൂർത്തിയാകാതെ തിരിച്ചെത്തിയതിനെ തുടർന്ന് തുടർച്ചയായി വഴക്കു പറഞ്ഞതിലെ ദേഷ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത്. 2017 ഏപ്രിൽ 9-നായിരുന്നു സംഭവം. വിദേശത്ത് മെഡിസിൻ പഠനത്തിനിടെയാണ് കേഡൽ ആസ്ട്രൽ പ്രൊജക്ഷനിൽ ആകൃഷ്ടനാകുന്നത്. കൊലയ്ക്ക് മുൻപ് പ്രതി മാതാപിതാക്കളും സഹോദരിക്കും ബന്ധുവിനും കീടനാശിനി കലക്കിയ ഭക്ഷണം നൽകിയിരുന്നു. തുടർന്ന് ഛർദ്ദിച്ച് തളർന്ന ഇവരെ മുറിയിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കൊന്ന ശേഷം വീട്ടിലിട്ട് കത്തിക്കുകയായിരുന്നു. കൊലയ്ക്കുള്ള മഴു ഓൺലൈനായാണ് വാങ്ങിയത്. സംഭവശേഷം ചെന്നൈയിലേക്ക് പോയ കേഡൽ പത്രങ്ങളിൽ തന്റെ ചിത്രം വന്നതിന് പിന്നാലെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങി വന്നപ്പോഴാണ് പിടിയിലായത്. മാനസിക രോഗിയായ തന്നെ വെറുതെ വിടണമെന്നായിരുന്നു പ്രതിയുടെ ഹർജി. അത് കോടതി തള്ളിയിരുന്നു. പ്രതിക്ക് മാനസികാരോഗ്യമുണ്ട് എന്ന മെഡിക്കൽ ബോർഡിന്റെ സാക്ഷ്യപ്പെടുത്തലിനെ തുടർന്നാണ് കേസ് വിചാരണയ്ക്കെടുത്തത്. കൊലപാതകം നടപ്പിലാക്കുന്നതിന് മുൻപ് ഗൂഗിളിൽ വിവിധ കൂട്ടക്കൊലകളെ കുറിച്ച് ഇയാൾ സെർച്ചും നടത്തിയിരുന്നു. 10 വർഷമായി ആരും അറിയാതെ കേഡൽ സാത്താൻ സേവ നടത്തുകയായിരുന്നു. ഇന്റർനെറ്റിലൂടെ ആസ്ട്രൽ പ്രൊജക്ഷനെ പറ്റി അറിഞ്ഞ കേഡൽ അത് പല രീതിയിൽ പരീക്ഷിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കൊലപാതകം എന്നും അതിന് കാരണമായത് പ്രതിക്ക് മാതാപിതാക്കളോടുള്ള വൈരാഗ്യമാണ് എന്നുമാണ് കുറ്റപത്രങ്ങളിൽ ഉള്ളത്. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, വീടിന് തീയിടൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്.